Yes, Commissioner. My goodness. Madhu, are you sure? Sir, എനിക്ക് ഉറപ്പാണ് ഇത് മനപ്പൂർവ്വം ഒരു വർഗീയതയിലേക്കുള്ള പുറപ്പെടാണ് സാർ. എന്റെ ഫോട്ടോഗ്രാഫ്സ് ഉണ്ട്. That's good. ഇപ്പോ മധു എവിടുന്നാ വിളിക്കുന്നത്? ഓക്കെ, ഡേവിഡ്സ് റോഡ്, പള്ളിയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് അല്ലേ? ഡോണ്ട് പാനിക്. ഞാൻ ഇപ്പം തന്നെ ജീപ്പ് വിടാം. അതുവരെ ആരുടെയും കണ്ണിൽ പെടരുത്. ജസ്റ്റ് വെയിറ്റ് ദെയർ ആൻഡ് ടേക്ക് കെയർ. ആ പിന്നെ വേറെ ആരെയും വിളിക്കാൻ ശ്രമിക്കരുത്. ഹലോ, ഇത് ഏട്ടനാ മോളെ. ഏട്ടൻ ഇത്തിരി വൈകും, അത് പറയാനാ വിളിച്ചത്. എന്തു പറ്റി? ഏട്ടൻ എന്താ വല്ലാണ്ട് കിതക്കുന്നുണ്ടല്ലോ? അല്ലല്ല, എനിക്ക് തോന്നണമൊന്നുമല്ല. ഏട്ടൻ എന്തോ ഒപ്പിച്ചിട്ടുണ്ട്, എനിക്കറിയാം. ഏട്ടൻ എവിടുന്നാ ഇപ്പൊ വിളിക്കണേ? ഏട്ടൻ ടൗണിലൊരു ബൂത്തുന്നാ. ഒന്നുമില്ലാന്ന് പറഞ്ഞില്ലേ? അമ്മ പേടിക്കണ്ട, ഏട്ടൻ അങ്ങ് എത്തും. അച്ഛന് മരുന്ന് കൊടുത്തോ നീ? ആരാ മോളെ, അവനാണോ? ഈ കാറ്റും പണിയൊക്കെ ആയിട്ട് എവിടെയാ ഈ നടക്കണെന്ന് ചോദിക്കേ. അച്ഛ ഇപ്പൊ എന്തിനാ എഴുന്നേറ്റ് വന്നേ? ഒന്ന് പോയി കിടക്കണ്ടോ? ഹലോ ഹലോ, എന്താ കുട്ടി പറ്റിയേ? ഓ ഒന്നുമില്ല, ലൈൻ കട്ടായിന്നാ തോന്നണേ. ഹലോ ഹലോ, മിസ്റ്റർ മധു, നിങ്ങൾ കമ്മീഷണർ പറഞ്ഞിട്ട്? അതെ അതെ, വാ കേറ്. താങ്ക്സ് എ ലോട്ട്. വെൽക്കം. വെൽക്കം മൈ ബോയ്.
Get me Prasad. പത്രക്കാരാകെ ചൂടാണ്. ഇത് മഹാ ചമ്മാടിത്തരമാണ്. ഞങ്ങളെ മുന്നിൽ വിടില്ലെന്ന് പറഞ്ഞാൽ പ്രസിനെ ഇവിടുന്ന് ഒരു അടി മുന്നോട്ട് വിടാൻ പാടില്ല. No. വിട്ടിട്ട് വേണം നിങ്ങളെ ആരെങ്കിലും എടുത്തിട്ട് പൊതുക്കിന്ന് പറഞ്ഞു സകലവനും നാളെ എഡിറ്റോറിൽ എഴുതാൻ. ഇതിപ്പോ തടഞ്ഞു എന്നല്ലേ പരാതി വരൂ. അത് ഞാൻ ഫേസ് ചെയ്തോളാം. നോക്കി നിൽക്കാം. ഇതുങ്ങൾ ഇവിടെ പിടിച്ച് മാറ്റണോ? സർ ഞാൻ അവിടെ അവരെ പറഞ്ഞു സ്റ്റോപ്പ് ഫംബ്ലിംഗ് യു. Come on. Let's sort this out. സർ ഇതാണ് സ്ട്രീറ്റിന്റെ സൗത്ത് എൻട്രൻസ്. അതായത് നമ്മൾ ഇപ്പൊ നിൽക്കുന്ന പൊസിഷൻ. ഗുഡ്. ഇത് നോർത്ത് എൻട്രൻസ്. ഇതും ഈ 4 ഇടറോഡുകളും ലഹളക്കാര് ആൾറെഡി ബ്ലോക്ക് ചെയ്തിരിക്കുന്ന സ്ഥിതിക്ക് we will have to discuss some other action plan. സർ ഇനിയും നിങ്ങൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നാൽ ആ തെരുവ് മുഴുവൻ അവർ കത്തിക്കും. പിന്നെ എന്ത് വേണമെന്നാടോ? ബഹളം തുടങ്ങി ഇത്രാമത്തെ മിനിറ്റിൽ തോക്കെടുത്ത് വെടിവെച്ചോളാം താൻ ആർക്കെങ്കിലും വാക്ക് കൊടുത്തിട്ടുണ്ടോ? തോക്കെടുക്കില്ല എന്ന് താൻ ആർക്കെങ്കിലും വാക്ക് കൊടുത്തിട്ടുണ്ടോ? ഇത് ഞങ്ങൾ ഹാൻഡിൽ ചെയ്തോളാം. ഇനി എന്ത് കോപ്പ് ഹാൻഡിൽ ചെയ്യുന്ന? ഇയാളെ കൊയിലാണ്ടിന് ഇത്ര വേഗം എങ്ങനെ കെട്ടിയെടുത്തതോ? വാട്ട്സ് ബീയിങ് ഡൺ? എല്ലാം നിയന്ത്രണാധീനം. എങ്ങനെ ഇരുന്നു കളക്ടറുടെ കൊയിലാണ്ടി പ്രോഗ്രാം? നോ ടൈം ഫോർ സ്മോൾ ടോക്ക് ശങ്കർ. കം ഓൺ ബ്രീഫ് മീ. സർ ഇത് MP അദ്ദേഹത്തിന്റെ വീട്. ഇവിടെ ഒരു കമ്പനി റൈഫിൾ പോലീസിനെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെതാ ഇവിടെയാണ് ഒരു വലിയ ടെൻഷൻ. MP അദ്ദേഹത്തിന്റെ വൈഫ് ഹൗസ്. വൈഫ് ഡെലിവറി കഴിഞ്ഞ് കിടക്കുക. അറിയാലോ, അവിടേക്ക് ഒരു 3 വാൻ പോലീസ് മൂവ് ചെയ്തിട്ടുണ്ട് സാർ. ഭഗവാനെ, എന്തെങ്കിലും സംഭവിച്ചു പോയാ ഒരു അറ്റാക്ക് കഴിഞ്ഞിരിക്കുക. MP അദ്ദേഹത്തിന്റെ ഫാദറിലോ ഒക്കെ ഈ ബഹളത്തിനിടയ്ക്ക് ഞങ്ങൾ മാനേജ് ചെയ്താ. Bring them back. Bring them back. ഈ 2 ട്രൂപ്സിനെയും ഉടനെ തിരിച്ചു വിളിക്കണമെന്ന്. What do you mean? What I said. And why the damned into your sort of firearms? Look, Mr. Collector, ലാത്തി വീശണോ വെടിവെക്കണോ എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. And don't try to impose. ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ എങ്ങനെ ടാക്കിൾ ചെയ്യണമെന്ന് എനിക്കറിയാം.
ലൈക്ക് ഹെൽ യു നോ. ഒരു തെരുവ് മുഴുവൻ നിന്ന് കത്തിച്ചാമ്പലാവുമ്പോ MP-യുടെ കൊട്ടാരത്തിന് റൈഫിൾ പോലീസിന്റെ കാവൽ, അന്തപുരത്തിൽ തിരുവയറൊഴിഞ്ഞു കിടക്കുന്ന അയാളുടെ പട്ടമഹിഷിക്ക് ബ്ലാക്ക് കാറ്റ് പ്രൊട്ടക്ഷൻ, അതും പോരാ അയാളുടെ ഹാർട്ട് അറ്റാക്ക് വന്ന് കിടക്കുന്ന അമ്മായിപ്പന്റെ നെഞ്ചത്ത് സ്റ്റേറ്റ് പോലീസിന്റെ സെറമോണിയൽ പരേഡ്. ഇറ്റ്സ് ഷെയിം ഓൺ യു മിസ്റ്റർ. വാ പൊളിച്ച് നോക്കി നിൽക്കാതെ തിരിച്ചു വിളിക്കാൻ മെസ്സേജ് കൊടുക്കണോ ഇഡിയറ്റ്. സർ. Officer, sir, you look as if you have gone through it, sir. Now come on, take charge, sir. Come on, advance, Mr. Joseph. Now get the hell out of my way. Come on. Now come on, all of you, advance. Take position. Come on, move. ഉറുപ്പേ ദാ വരുന്നു. ഹലോ, അതെ ഇതാ കൊടുക്കുന്നു. ലോറൻസ് മാഷാ കൊച്ചിന്ന്. അലക്സാണ്ടർ, ഇത് കണ്ടോ? അലക്സാണ്ടർ ലാൽ സലാം. കണ്ടോന്ന്? ആ, പത്രം കണ്ടില്ലേ? അത്രയൊക്കെ തന്നെ ഞാനും അറിഞ്ഞുള്ളൂ. ഇല്ല, മോനെ നേരിട്ട് ലൈനിൽ കിട്ടിയില്ലതുവരെ. എവിടുന്നെങ്കിലും ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യാൻ ഞാൻ സോൺ DIG വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. ഇല്ലില്ല, 15th ഞാൻ ഉണ്ടാവില്ല. ഒരു ജാപ്പനീസ് ടീം വരുന്നു നമ്മുടെ ചെമ്മീൻ ഫാമിലേക്ക്. ഓ, ഇവിടെ ഇപ്പൊ ഞങ്ങൾ ഈർക്കൽ പാർട്ടികൾ വന്നില്ലേലും നിങ്ങൾ വലിയേട്ടനും ചെറിയേട്ടനും ഇടം വലം നിന്നങ്ങ് വിപ്ലവം നടത്തിക്കളഞ്ഞാ മതിയല്ലോ. പിന്നെന്താ? ആ, 19 വെച്ചോ, ഞാൻ ഉണ്ടാവും. റൈറ്റ്. ഉറുപ്പേ, ഓ, ഡയറിയിൽ നോട്ട് ചെയ്തോണം. 19 ലേസൺ കമ്മിറ്റി. ഓ, ഞാൻ പോയില്ല. രാജ്യസഭ പിരിഞ്ഞ് സദാശിവൻ നാളെ ഡൽഹിയിൽ നിന്ന് വരും. അയാള് പോയാ മതി എന്ന് പറയണം കമ്മിറ്റിക്ക്. ആ, പിന്നെ വേണ്ടേ? ട്രോളിംഗിൻ നിങ്ങൾ ഇതൊന്ന് കേൾക്കാൻ. നിങ്ങൾ ആ ഫോൺ എടുത്ത് ആരെയെങ്കിലും ഒന്ന് വിളിച്ചിട്ട് കുഞ്ഞിന്റെ വിവരം എന്നതാണെന്നോ ഒന്ന് അന്വേഷിക്കാൻ. എന്തോന്ന് അന്വേഷിക്കാൻ? അവൻ എന്തെങ്കിലും പറ്റിയോന്നോ? എടി, അവന്റെ ജോലിയായി ചെയ്യുന്നത്. ഇതെന്തായാലും അപ്പച്ച സൗണ്ട് ചെയ്യുന്ന പോലെ അത്രയ്ക്ക് സിമ്പിൾ ഒന്നുമല്ല. ദേ കണ്ടില്ലേ, കളക്ടർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസ് എടുക്കണമെന്ന്. എന്റെ ഈശോ മാതാവേ, ഇവനെ ചൊല്ലി എന്ന് ഇങ്ങനെ തീ തിന്നാനാണ് എന്റെ ഒരു തലവിധി. എന്റെ കർത്താവേ, എനിക്ക് വയ്യേ. അച്ചമ്പട്ടത്തിന് പഠിക്കാൻ ഞാൻ സെമിനാരിയെ കൊണ്ടാക്കിയ കുഞ്ഞ ഒടുവിൽ ദേ ഇപ്പൊ ആളെ കൊന്നതിന്റെ പേരിൽ ഈശോ എനിക്ക് വയ്യേ. അയ്യോ അയ്യോ, എന്റെ കർത്താവേ. ഇനിയിപ്പൊ പ്രഷർ ഷൂട്ട് ചെയ്യും, പാൽപിറ്റേഷൻ വരും. കൊച്ചേ, നീ ആ ഗുളികയിൽ ഒരെണ്ണം എടുത്ത് അവിടെ നാക്കിന്റെ അടിയിലിട്ടോട്. ദേ, നിങ്ങൾക്ക് വയ്യെങ്കിൽ വേണ്ട, ഞാൻ എന്റെ ആങ്ങളെ കൊണ്ട് അന്വേഷിപ്പിച്ചോളാം. കുറിപ്പേ, ഇയാളെ കൊച്ചുമത്രാസിന്റെ അരമനയിലോട്ട് വിളിച്ചിട്ട് ഈ കുന്ത എന്റെ മുറിയിലോട്ട് കുത്തിയതാ. ഇവിടെ നിന്നിട്ട് എനിക്ക് എന്റെ കയ്യും കാലും ധരിക്കുന്നു. എഴുന്നേറ്റ് പോക്ക് ശേഷം മനുഷ്യൻ ഇവിടെ ആദ്യം ധരിക്കുമ്പോഴാ എന്റെ ഒരു മുട്ടുകുത്തി പ്രാർത്ഥന. നോക്കി നിന്ന് നിൽക്കാതെ വിളിച്ച് കുത്തി താടാ കുറിപ്പേ. ഓ, ഓ. എനിക്കെന്റെ ഓർമ്മയുണ്ടോടോ? നമ്മള് ചങ്ങങ്കരിക്കടവിന്ന് ഫിഷിംഗ് ബോട്ടെ തട്ടിക്കൊണ്ടുവന്ന് ഇവിടെ ഇറക്കി 10-40 കൊല്ലം കഴിഞ്ഞിട്ടും വല്ല മാറ്റം ഉണ്ടോടോ ഈ സാധനത്തിന്? അല്ലാതെ അപ്പച്ച, ഓപ്പോസിറ്റ് ക്യാൻസൽ ആണെങ്കിലും CM-നെ മറ്റു വിളിച്ചിട്ട് അപ്പച്ചന് സിറ്റുവേഷൻ ഒന്ന് ചോദിക്കായിരുന്നു. ഓഹോ, എടോ കുറുപ്പേ, താൻ മണിപ്പാലെന്ന് വിളിച്ചു ചോദിച്ചേ ഇവിടെ ക്ലാസ് എന്നാ തുടങ്ങുന്നേന്ന്. ഇവിടെ നിന്നാലേ
ഇവള് ശരിയാകത്തില്ല. അതല്ല അപ്പച്ച, ഇച്ചായന്റെ സ്വഭാവം ഓർത്തിട്ടാ ഞാൻ. ആ, അതാണ് പ്രശ്നം. നിനക്ക് തോന്നുന്നുണ്ടോ മോളെ, പൊളിറ്റിക്കൽ ക്ലൗട്ട് വെച്ച് ഇക്കാര്യത്തിന് അപ്പച്ചൻ മുഖ്യമന്ത്രി അപ്രോച്ച് ചെയ്താൽ നിന്റെ ചേട്ടനത് പൊറുക്കുമെന്ന്? നോ. നൗ ഡോണ്ട് ബോദർ മോളെ. ഹി വിൽ മാനേജ് ബൈ ഹിംസെൽഫ്. ഹി ഈസ് മൈ സൺ. Sir, the ministers are approaching. Junction pass ചെയ്തു. Don't you shout. ചെവിയേക്കാമോ എനിക്ക്? Stupid over smart. എവിടെ പോയി കിടക്കുന്നത് കളക്ടർ? അല്ല സാർ, ഇങ്ങേർക്ക് ഈ സമയത്തിന് വന്ന്. Shut up. ഓ, നമസ്കാരം. എന്നെ ഉണ്ട കാണാനാണോ താൻ ഇവിടെ കിടന്ന് ഇടിക്കുന്നേ? എവിടെ ചെന്നാലും അതെ കാലിനിടയ്ക്കറി അങ്ങ് വരയിക്കോളും. ക്ഷമിക്കണം സാറേ, മന്ത്രിക്ക് ഒരു അലജി കൊടുക്കാനാ സ്വാതന്ത്ര്യ സമര പെൻഷന്റെ. അയ്യോ, സ്വാതന്ത്ര്യ സമര സേനാനിയാണോ? ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ആട്ടെ, അമ്മാവന് ഏതിനാ പോയത്? ഉപ്പ് സത്യാഗ്രഹത്തിനോ അതോ ദണ്ഡിയാത്രയ്ക്കോ? പരീക്ഷിക്കണോ? അല്ലടോ, തനിക്ക് ഞാനൊരു താമ്രപത്രം തരാൻ പോവാ. കൊണ്ട് പോടും അയാൾ പൂനാങ്കൊരു സ്വാതന്ത്ര്യ സമരം.